MTV വാർത്ത പാർലമെന്റിൽ ജന്തർ മന്തർ പാറ്റാ കലാപത്തിൽ പങ്കെടുക്കാൻ ദുബായിൽ നിന്ന് 23 മലയാളികളെത്തിയ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചത് JDU MP സഞ്ജയ് കുമാർ ഝായാണ്. താൻ ഇക്കാര്യം അറിഞ്ഞത് മലയാളം ചാനലിൽ നിന്നാണെന്നും ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം അന്വേഷിക്കണമെന്നും MP പറഞ്ഞപ്പോൾ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഇടതംഗങ്ങൾ ബഹളം വെച്ചു. മുഹമ്മദ് ഷാജി എന്ന ആൾ 23 മലയാളികൾക്ക് ടിക്കറ്റും താമസവും നൽകി കലാപത്തിലേക്ക് നിയോഗിച്ചു എന്ന് സഞ്ജയ് കുമാർ ഝാ ജനൻ TV വാർത്തയെ ഉദ്ധരിച്ചു പറഞ്ഞു. JDU MP വ്യക്തമായി പറയുന്നുണ്ട് താൻ ഇക്കാര്യം ഒരു മലയാളം ചാനലിൽ കണ്ടു എന്ന്. जब ये आंदोलन चल रहा था तो मैं एक मलयाली चैनल भी देख रहा था. मलयालम चैनल में मलयालम चैनल में सर्फिंग कर रहा था और मैं देखा कि 23 दुबई बेस्ड बिजनेसमैन 23 लोगों को वहां से टिकट दे करके इस आंदोलन में भेजे थे. उनका क्या नीटनेस से लेना देना था? ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് കണ്ടെത്തണമെന്ന് MP ആവശ്യപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിഷയത്തിൽ പ്രതികരിക്കണമെന്നും MP പറഞ്ഞു. പുറത്തുനിന്നുള്ള ചിലർ കലാപത്തിൽ ഇടപെടാൻ ശ്രമിച്ചുവെന്ന് MP ചൂണ്ടിക്കാട്ടി. ഗുരുതര ആരോപണം MP രാജ്യസഭയിൽ ഉയർത്തിയപ്പോൾ തടസ്സപ്പെടുത്താൻ കേരളത്തിലെ ഇടത് MPമാർ ശ്രമിച്ചു. इस आंदोलन ജനൻ TV വാർത്ത പാർലമെന്റിൽ ഉന്നയിച്ച് പാറ്റാ കലാപത്തിലെ അന്താരാഷ്ട്ര ഗൂഢാലോചന സംബന്ധിച്ച് ഏറെ ഗൗരവമുള്ള വിഷയമാണ് സഞ്ജയ് കുമാർ ഝാ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള ഇടത് MPമാർ JDU MPയുടെ പ്രസംഗം എന്തിന് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണുള്ളത്. ജനം, ഡൽഹി.